രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ 17ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ആഫ്രിക്കൻ സഭയുടെ ഉണർവ് എന്ന വിഷയമാണ്. ഒന്നാം വത്തിക്കാൻ കൗൺസിലിൽ ആഫ്രിക്കൻ സഭ തികച്ചും അപ്രസക്തമായിരുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ആദ്യ സമ്മേളനങ്ങളിലും ആഫ്രിക്കൻ സഭയുടെ സാന്നിധ്യവും പ്രസക്തിയും ഒന്നും ആർക്കും അത്ര പ്രകടമായില്ല, ബോധ്യമായില്ല. എന്നാൽ ക്രമേണ കൊളോണിയൽ ആധിപത്യത്തിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളും ജനതയും ഉണർന്നതുപോലെ ആഫ്രിക്കൻ സഭയും രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ അവസാന സമ്മേളനങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോൾ ശക്തമാവുകയും അഭിപ്രായങ്ങൾ പറയുകയും നിലപാടുകൾ എടുക്കുകയും സ്വതന്ത്രമായ ഒരു സഭ, പ്രാദേശിക സഭ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ആഫ്രിക്കൻ ദൈവശാസ്ത്രം, ആഫ്രിക്കൻ ആരാധനാക്രമം, ആഫ്രിക്കൻ ഭരണരീതി തുടങ്ങിയ വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്കിടുകയും ആഫ്രിക്കൻ സഭ തൻ്റെ സാന്നിധ്യം വ്യക്തമാക്കുകയും ചെയ്തു. കത്തോലിക്ക സഭയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദിമ നൂറ്റാണ്ടിൽ കത്തോലിക്ക സഭയുടെ ദൈവശാസ്ത്രം സ്വാധീനിച്ചത് ആഫ്രിക്കൻ സഭയായിരുന്നു എന്ന് പറയാൻ സാധിക്കും. അലക്സാണ്ട്രിയയിലെ സഭ, വടക്കേ ആഫ്രിക്കയിലെ സഭ, ഈജിപ്തിലെ സഭ, അവിടെ ഉണ്ടായിരുന്ന ദൈവശാസ്ത്രജ്ഞർ ആദ്യത്തെ സാമ്പത്തിക സൂനകദോസുകളിൽ, നിഖ്യ സൂനകദോസ് മുതലുള്ള 3-4 നൂറ്റാണ്ടുകളിലെ സൂനകദോസുകളിൽ ശക്തമായ സാന്നിധ്യം പ്രകടമാക്കി. എന്നാൽ പിന്നീട് വടക്കേ ആഫ്രിക്ക മുസ്ലിം ആധിപത്യത്തോടുകൂടി കത്തോലിക്ക വിശ്വാസം നഷ്ടപ്പെടുത്തി. തെക്കേ ആഫ്രിക്കയിലാണെങ്കിൽ 18ാം നൂറ്റാണ്ട് വരെ വിശ്വാസം കാര്യമായി കടന്നു ചെന്നിരുന്നില്ല. ഇന്നും വടക്കേ ആഫ്രിക്ക ക്രൈസ്തവമല്ല, നാമമാത്രമായ ക്രൈസ്തവരെ അവിടെ ഉള്ളൂ. തെക്കേ ആഫ്രിക്കയിലാണെങ്കിൽ വിശ്വാസം തഴച്ചു വളരുന്നുമുണ്ട്. തെക്കേ ആഫ്രിക്കയിലെ സഭ ഇന്ന് ശക്തമാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ശക്തി പ്രാപിച്ച, ഒരു പരിധിവരെ സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന് ആഫ്രിക്കൻ മനോഭാവത്തിലൂടെ പറയാമെങ്കിലും ശക്തി പ്രാപിച്ചു എന്ന് പറയുന്നതാകും ശരി. ആ സഭ ഇന്ന് കത്തോലിക്ക സഭയിൽ ഒരുപക്ഷെ കഴിഞ്ഞ 10-25 വർഷങ്ങളിലായി മാർപ്പാപ്പമാരുടെ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ആഫ്രിക്കയിൽ നിന്നുള്ള ഏതാനും കർദിനാൾമാരുടെ പേരുകളും മാധ്യമങ്ങളെങ്കിലും എടുത്ത് പറയാറുണ്ട്. സഭയെ നയിക്കാനുള്ളവർ ഒരുപക്ഷെ ഇവരായിരിക്കുമെന്ന്. ആഫ്രിക്കൻ സഭയുടെ സ്വാതന്ത്ര്യം, ആഫ്രിക്കൻ സഭയുടെ തനതായ ദൈവശാസ്ത്ര ദർശനങ്ങൾ, ആഫ്രിക്കൻ സഭയുടെ തനതായ ആധ്യാത്മികത, ജീവിത രീതി, വിശ്വാസം, ഉണർവ്, ഇതൊക്കെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ സംഭാവനയായിട്ട് എടുത്തു പറയാനായി സാധിക്കും.